ഓ, 9th month ആയില്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിന് പൂർണ്ണ വളർച്ചയായിട്ടുണ്ട്. മിക്കവാറും ഞാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഡെലിവറി ഉണ്ടാവും. അതിനു മുമ്പ് എന്തെങ്കിലും പെയിനോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. ഓക്കെ? ഡോക്ടർ, പ്രിയയ്ക്ക് ഡെലിവറി പെയിൻ തുടങ്ങി. ഡോക്ടർ ഒന്ന് വന്ന് നോക്കണം. യാ, ഐ എം കമ്മിങ്. അപ്പൊ ശരി, ഞാനന്ന് അങ്ങോട്ട് പോട്ടെ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. കുഴപ്പമൊന്നുമില്ല. ഓക്കെ? ഇന്ന് ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കൊച്ചു എത്തും. അതെ, ഞാൻ സന്തോഷത്തിലാണ്. എത്ര നാൾ കാത്തിരുന്നിട്ടാ ദൈവം നമുക്ക് ഈ കുഞ്ഞിനെ തന്നത്. എനിക്ക് കുഞ്ഞിനെ കാണാൻ ഇപ്പോഴേ കൊതിയായി. അതെ, ഇപ്പോഴത്തെ ഈ ഡോക്ടറും വളരെ നല്ലൊരാളാണ്. എത്ര നന്നായിട്ടാണ് നമ്മളോട് ഇടപെടുന്നത്. എത്ര ഡോക്ടർമാരെ നമ്മൾ കണ്ടതാ. അവസാനം ഈ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കൂടെയാണ് നമുക്ക് നമ്മുടെ ഈ പൊന്നോമനെ കിട്ടാൻ പോകുന്നത്. സത്യം. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും പെങ്ങളുടെയൊക്കെ പിണക്കം മാറി അവരും കൂടെ നമ്മളോടൊപ്പം ഈ ഒരു സാഹചര്യത്തിൽ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സാധിച്ചില്ലല്ലോ. എങ്കിലും ഈ കുഞ്ഞ് ജനിക്കുമ്പോഴെങ്കിലും അവരുടെ പിണക്കമൊക്കെ മാറി അവർ നമ്മളെയും കുഞ്ഞിനെയൊക്കെ ഒന്ന് സ്വീകരിച്ചാൽ മതിയായിരുന്നു. ഇനിയും നമ്മൾ അവരെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. എൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ കൂടി അവർ ആവശ്യ സമയത്തിന് നമ്മുടെ കൂടെ നിന്നിട്ടില്ല. അത്ര പൊറുക്കാൻ പറ്റാത്ത തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട കുട്ടിയെ ഞാൻ പ്രണയിച്ചു, അവളെ വിട്ടുകൊടുക്കാതെ കല്യാണം കഴിച്ചു. അതിൽ എവിടെയാണ് തെറ്റുള്ളത്? ഏട്ടൻ്റെ ഭാഗത്തു നിന്ന് നിന്ദിക്കുമ്പോൾ അത് തെറ്റില്ല. പക്ഷേ അവരുടെ ഭാഗത്തു കൂടി നിന്നും ചിന്തിച്ചു നോക്കിയേ. സ്വന്തം മകൻ്റെ കല്യാണം ഏതെങ്കിലും നല്ല കുടുംബത്തിലൊരു പെൺകുട്ടിയായിട്ട് നടത്തണമെന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അനാഥാലയത്തിൽ വളർന്ന ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഒരു മാതാപിതാക്കൾക്കും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന വരില്ല. അതിൽ അവരെ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. നീ ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യരുത്. അനാഥാലയത്തിൽ നീ വളർന്നത് നിന്റെ തെറ്റല്ല. എന്തായാലും അതൊക്കെ വിടാം. ഇനിയിപ്പോൾ നമ്മളായി നമ്മുടെ ഫാമിലി, അത് മതി. ഇപ്പോൾ നീ വേറൊന്നും ചിന്തിക്കരുത്. ഞാനിനി ഇല്ലെങ്കിൽ പോലും നീ അവരുടെ മുൻപിൽ കൈനീട്ടി പോകരുത്. നീ അങ്ങനെ ചെയ്യില്ലെന്ന് പ്രോമിസ് ചെയ്യാം. ഞാൻ വാക്ക് തരുക. മരണം വരെ ഞാൻ ഒന്നിനും അവരുടെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് ചെല്ലുകയില്ല. അതൊക്കെ വിട്, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഉള്ളുകൊണ്ട് വേദന എനിക്കും അറിയാം. നിങ്ങൾ വേദനിക്കുന്നതൊന്നും ഈ എനിക്കും ഇഷ്ടമല്ല. கண்கள் நீயே, காற்றும் நீயே, தோடும் நீ, துரும்பில் நீ, வண்ணம் நீயே, வானும் நீயே, ஊடும் நீ, உயிரும் நீ. பல நாள் கனவே, ஒரு நாள் நனவே, ஏக்கங்கள் தீர்த்தாயே, இதையே பிழிந்து உன்னை நான் எடுத்தேன். நான் தான் நீ வேறில்லை. முகமிழைத்தாள், அதில் முத்தத்தால் ஒரு வெண்பாவை நான் செய்தேன் கண்ணே. இதழச்சில் நீர் எனும் தீர்த்தத்தால் அதில் திருத்தங்கள் நீ செய்தாய் கண்ணே. கண்கள் நீயே, காற்றும் நீயே, தூணும் நீ, துரும்பில் நீ. ആരാണ് താരയുടെ ഹസ്ബൻഡ്? അതെ, ഞാനാണ് സിസ്റ്റർ. താര പ്രസവിച്ചു. 2 ആൺകുട്ടികളാണ്. എന്ത്, 2 കുട്ടികളോ? ഡോക്ടർ, ഞങ്ങൾക്ക് 2 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു. പക്ഷെ ക്ലിയർ ആവാത്തത് കൊണ്ടായിരുന്നു ഞാൻ പറയാഞ്ഞത്. എനിക്കതൊരു ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഞാൻ സീനിയർ ഡോക്ടറിനോടും കൂടെ ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു കൂടുതലും ട്വിൻസ് ആവാനാണ് ചാൻസ് എന്ന്. പിന്നെ അതിനിടയ്ക്ക് പറയാൻ ഞാനാണെങ്കിൽ വിട്ടും പോയി. ഐ എം സോറി. എനിവേ കൺഗ്രാറ്റുലേഷൻസ് ഭാസ്കർ. ടെൻഷനൊന്നും അടിക്കണ്ട, അമ്മയും കുഞ്ഞുങ്ങളും ഓക്കെയാ. ഇപ്പോൾ ഇരട്ടി സന്തോഷമായില്ലേ? കുറച്ച് നേരത്തിനുള്ളിൽ അമ്മയും കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റും. അപ്പോൾ കാണാൻ പറ്റും. ഓക്കെ? ഏട്ടാ, കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിന് നമുക്ക് പോകണ്ടേ? ആ ശരി, എന്നാ ഇന്ന് തന്നെ നമുക്ക് അങ്ങ് പോകാം. വെച്ച് താമസിപ്പിക്കണ്ട. ഞാൻ ഡോക്ടറിനെ ഒന്ന് വിളിക്കട്ടെ. താരയും ഭാസ്കറും ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും ഒരു നേഴ്സ് കുട്ടികളുമായി പോളിയോയ്ക്ക് പോവുകയും ചെയ്യുന്നു. കുറച്ചു സമയത്തിനു ശേഷം നേഴ്സ് വന്ന് അവരോടായി പറയുന്നു. അതെ, കുട്ടികൾ ഇപ്പോൾ ഉറങ്ങുകയാണ്. കുറച്ചു നേരം അവർ ഇവിടെ കിടക്കട്ടെ. എന്തെങ്കിലും സൈഡ് എഫക്റ്റോ പനിയോ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ തരാം. സമയങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളുടെ വിവരമൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ താരയും ഭാസ്കറും അകത്തേക്ക് കയറി നോക്കുന്നു. ഏട്ടാ, നമ്മുടെ ഒരു മോൻ എന്തിയെ? എന്റെ കുഞ്ഞിതവിടെ പോയി. എന്റെ കൃഷ്ണ, എന്റെ കുട്ടി ഇതെവിടെയാ? താരെ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ചിലപ്പോൾ നേഴ്സ് കൊണ്ടുപോയതാകാം. നമുക്ക് ഡോക്ടറിനെ വിളിക്കാം. നീ ഇങ്ങനെ കരയല്ലേ. നമ്മ വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇത് കൊണ്ടുപോയതാണെങ്കിൽ ഇപ്പൊ കാണാതിരിക്കുമോ? എനിക്കത് വല്ലത് വീടാണ്. എനിക്ക് എന്റെ കുഞ്ഞിനെ ഇപ്പൊ കാണണം. നിക്ക്, ഞാൻ ഡോക്ടറിനെ വിളിക്കട്ടെ. എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? എന്താ കാര്യം? ഡോക്ടർ, ഞങ്ങളുടെ ഒരു മോനെ കാണുന്നില്ല. വാക്സിനേഷൻ കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ കിടത്തിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കുഞ്ഞുങ്ങളെ കിടത്തിട്ട് പുറത്തിരുന്നത്. കുറെ നേരമായിട്ട് വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അകത്ത് കയറി നോക്കിയപ്പോ ഇപ്പൊ അന്നേരം എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. എന്റെ കുട്ടി ഇത് എവിടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തരാം, നിങ്ങൾ സമാധാനപ്പെടും. പിന്നെ കുട്ടി എന്തായാലും ഈ ഹോസ്പിറ്റലിൽ വിട്ടു പോകാൻ ചാൻസ് ഇല്ല. ഇവിടെ CCTV ഒക്കെ ഉള്ളതല്ലേ, നമുക്ക് അന്വേഷിക്കാം. താനിങ്ങനെ ടെൻഷൻ ആവല്ലേ. ഞാൻ ഇതിൽ കൂടുതൽ എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കുക? എന്റെ കുട്ടിയാണ് കാണാത്തത്. ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കുന്നത്? എന്റെ കുഞ്ഞിനെ ആരാണ് കൊണ്ടുപോയെന്ന് പോലും അറിഞ്ഞിട്ട് കൂടിയില്ല. താരെ, നീ സമാധാനിക്ക്. നമുക്ക് നമ്മുടെ മോനെ കിട്ടും. നമ്മൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. നീ വിഷമിക്കാതെ, നീ ഇങ്ങനെ കരയാതെ. എന്തായാലും നമ്മുടെ കൃഷ്ണ നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോകാനും വേണ്ടി ശത്രുത ആർക്കാ നമ്മളോട്? എന്റെ കുട്ടി ആരും എല്ലാം ചെയ്യുമോ? ഞാൻ കണ്ടു കൊതി പോലും തീർന്നിട്ടില്ല. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് ആർക്കാവും നമ്മളോട് ഇത്രയും ക്രൂരമായ കാര്യമൊക്കെ ചെയ്യാൻ തോന്നുന്നേ? എന്റെ കുഞ്ഞിനെ ആരും ചെയ്യും? എന്റെ കുട്ടി ഇപ്പൊ കരയുന്നുണ്ടാവോ? എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കുട്ടി മോനെ. ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചേ? കുറച്ച് നേരമായി സാർ. കുട്ടിയുടെ പേരൻസ് എവിടെ? ഇവിടെയുണ്ട്, എൻ്റെ കൂടെ വരും. നിങ്ങളിവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കുഞ്ഞിനായിട്ട് വീട്ടിലേക്ക് പോയിക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം. അതെ ഭാസ്കർ,
താൻ എന്തായാലും താരയും കുഞ്ഞിനെയുമായിട്ട് വീട്ടിലേക്ക് ചെല്ലും. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്പം തന്നെ ഞാൻ അറിയിക്കാം. ഓക്കെ ഭാസ്കർ, നീ വേണം അവൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ. നീയും കൂടെ ഇങ്ങനെ തല നിന്നാൽ ശരിയാവില്ല. കുഞ്ഞിനെ നമ്മൾ എങ്ങനെയും കണ്ടുപിടിക്കും. ഓക്കെ എന്നാലും നമ്മുടെ മോനിലെ വിടാം. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. അവൻ ഇപ്പോൾ കരയുന്നുണ്ടാവത്തില്ല, അവന് വിശക്കുന്നുണ്ടാവത്തില്ല. എനിക്ക് എൻ്റെ കുട്ടിയെ കണ്ടേ പറ്റും. എനിക്ക് എൻ്റെ കുഞ്ഞില്ലാണ്ട് പറ്റൂല. എന്തിനാ ആരുമായിരിക്കും നമ്മുടെ മോനെ സൂപ്പറെടുത്ത് ഇപ്പോൾ കൊണ്ടുപോയത്? ആർക്കാ ഇതിനു വേണ്ടി നമ്മളൊരു എൻ്റെ കുഞ്ഞിനെ